Hello students, welcome to our online classes. So today we are going to discuss what will happen to a dipole when it is placed in a uniform electric field. So our topic is a dipole in uniform electric field. What will happen to a dipole when it is placed in a uniform electric field? Let's see. What do you mean by uniform electric field? Uniform electric field means parallel field lines. Uniform electric field means parallel field lines. We know what do you mean by the concentration of field lines? The density of the field lines will give the electric field intensity at a point. If they are closely packed, the intensity is maximum. If they are loosely packed, the intensity is minimum. When they are uniformly packed, the field is called a uniform field, uniform electric field. ആയിരുന്നോ? അങ്ങനെയല്ലേ പഠിച്ചിരുന്നത്? ഇവന്മാരുടെ ഒക്കെയുള്ള ഗ്യാപ്പ് സെയിം ആണെങ്കിൽ ഇവിടുത്തെ ഗ്യാപ്പ് തന്നെയാണ് ഇവിടെയും. അതായത് ഇവന്മാരുടെ ഇവിടെ 10 ന്യൂട്ടൺ പെർ കൂളോം ഉണ്ടെങ്കിൽ ഇവിടെയും 10 ന്യൂട്ടൺ പെർ കൂളോം തന്നെയാണ്. ബിക്കോസ് സെയിം ഗ്യാപ്പിലല്ലേ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് കാൾഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇങ്ങനത്തെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് ഞാൻ ആരെ എടുത്ത് വെക്കാൻ പോകുന്നത്? ഒരു ഡൈപോൾ വിത്ത് ഡൈപോൾ മൊമെൻറ്റ് പി. ഡൈപോൾ മൊമെൻറ്റ് പി ഉള്ള ഒരു ഡൈപോളിനെ എടുത്ത് ഇതിനകത്തോട്ട് വെക്കാൻ പോവുക. ക്ലിയർ ആണേ? സോ ഈ ഇലക്ട്രിക് ഫീൽഡിനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു തന്നെ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. വിച്ച് മീൻസ് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നല്ലേ അർത്ഥം. കാരണം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് ചാർജിലേക്കാണ് പോകുന്നത്. ഫീൽഡ് ഈസ് ഓൾവേസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അതായത് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് ഉണ്ട്. ഓക്കെ ആണോ? ഇതിലേക്കാണ് ഞാൻ ആരെ എടുത്ത് വെക്കാൻ പോകുന്നത്? യെസ്, വി ആർ ഗോയിങ് ടു പ്ലേസ് എ ഡൈപോൾ. ആണോ? ഞാൻ ആ ഡൈപോളിനെ എടുത്തത് ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് ചാർജ് മൈനസ് ക്യൂ ആൻഡ് ദിസ് ഈസ് പ്ലസ് ക്യൂ. സോ എനിക്കൊന്ന് പറഞ്ഞു തന്നെ, ഇവിടുത്തെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഉറപ്പായിട്ടും ഇഫ് ഇറ്റ് ഈസ് എ, ഞാനിപ്പോൾ ഇതിനെ എന്ന് വിളിച്ചോട്ടെ, ഇതിനെന്താ വിളിച്ചത്? എ എന്ന പൊസിഷനാണ്, ഇത് ബി എന്ന പൊസിഷനാണ്. സോ ദ ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഫ്രം എ ടു ബി. ഈ 2a ലെങ്തിലൂടെ അങ്ങോട്ടല്ലേ ആക്ട് ചെയ്യുക ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഫ്രം എ ടു ബി. സോ ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞ വെക്ടറും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ വെക്ടറും കൂടെ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ഇത്? തീറ്റ. ഇത് തീറ്റ, ഇത് തീറ്റ ആണോ? വിച്ച് മീൻസ് ഞാൻ തീറ്റ ആംഗിളിലാണ് ഈ ഡൈപോളിനെ ഈ ഇലക്ട്രിക് ഫീൽഡിലേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ കൺസിഡറേഷൻ എത്രയേ ഉള്ളൂ? വെൻ എ ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വിത്ത് ആൻ ആംഗിൾ തീറ്റ, വേർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ പി ഡൈപോൾ മൊമെന്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കിയോ. പിന്നെ ഇങ്ങനെ വെച്ചാൽ എന്ത് സംഭവിക്കുന്നത് നോക്കിയോ. നമുക്കറിയാം, ഒരു ചാർജ് എടുത്ത് ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ ഇതിനകത്ത് ഫോഴ്സ് അനുഭവപ്പെടത്തില്ലേ? വെൻ എ ചാർജ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ആണോ? ഇവിടെ അനുഭവപ്പെടുന്ന ആ ഫോഴ്സിന്റെ വാല്യൂ എഫ് ഈസ് ഈക്വൽ ടു അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചാർജ് എന്ന് എഴുതിക്കോട്ടെ. ബിക്കോസ് ഇങ്ങനെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ എഫ്? എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ അഥവാ ഇ ക്യൂ. ആണോ? ഇനി ഇത് പോസിറ്റീവ് ചാർജാ. ഇവിടെ ഇരിക്കുന്ന ആരാ? നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് അല്ലേ? ഈ ഫീൽഡിന്റെ നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് ഇവിടെ അല്ലേ? അത് കാരണം ഇവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകത്തില്ലേ? ഇവനെ മേപ്പോട്ട് പിടിച്ച് വലിക്കത്തില്ലേ? ആൻഡ് ദ ഫോഴ്സ് ഡയറക്ഷൻ ഈസ് അപ്വേർഡ്സ്. ശ്രദ്ധിച്ചിരുന്നേ, ഇത് ഏത് ചാർജാണ്? ഡൈപോളിന്റെ പോസിറ്റീവ് ചാർജ്. ഇവിടെ ആരുടെ പ്രസൻസ് ഉണ്ട്? ഫീൽഡിന്റെ നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് വിൽ അട്രാക്ട് ദിസ് പോസിറ്റീവ് ചാർജ് ആൻഡ് ഇറ്റ് വിൽ മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ. Therefore the direction of force is upwards with a magnitude QE അഥവാ EQ. ആണോ? അറ്റ് ദ സെയിം ടൈം ഇവിടെ ആരുടെ പ്രസൻസ് ഉണ്ട്? പോസിറ്റീവ് ചാർജിന്റെ. ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിനെ താഴോട്ട് പിടിച്ച് വലിക്കത്തില്ലേ? സോ ഇവിടുത്തെ ഫോഴ്സ് എത്രയായിരിക്കും? എഗെയിൻ ക്യൂ ഇ തന്നെ. കാരണം മാഗ്നിറ്റ്യൂഡ് രണ്ടിന്റെ സെയിം ആ ക്യൂ ക്യൂ. ഇവിടുത്തെ ഫീൽഡ് യൂണിഫോം. ഇവിടെ ഇ ആണെങ്കിൽ ഇവിടെ ഇ തന്നെ, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോൾ നോക്കി, ഇവിടെ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നു. ആർക്ക്? ഡൈപോളിന് രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഒന്ന് F1 വിളിച്ചു മുകളിലോട്ട്, രണ്ട് F2 എങ്ങോട്ട്? താഴോട്ട്. മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് F1ഉം F2ഉം സെയിം അല്ലേ? മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് F1ഉം F2 എന്താണ്? സെയിം ആണ്. ഉറപ്പല്ലേ? എന്ത് സംഭവിക്കും ഇവന്? നോക്കിയേ, ഒരു ഫോഴ്സ് മേപ്പോട്ട് പിടിച്ച് വലിക്കുന്നു, ഒരു ഫോഴ്സ് താപ്പോട്ട് പിടിച്ച് വലിക്കുന്നു. രണ്ടും ഈക്വലാണ്. ഈ ബോഡിയിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് രണ്ട് എൻഡുകളിലായിട്ട് ആക്ട് ചെയ്യും. എന്ത് ചെയ്യും? ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യും. ഇതാ ഇവിടുന്ന് ഒരുത്തരം മേപ്പോട്ടും പിടിച്ച് ഇവിടുന്ന് ഒരുത്തരം താപ്പോട്ടും പിടിക്കും. രണ്ടും കാരണം ഇങ്ങോട്ട് കറങ്ങും. ആണോ? എന്തുകൊണ്ട് ഇത് ക്യാൻസൽ ആയി പോയില്ല? ബിക്കോസ് രണ്ട് എൻഡുകളിലാണ് ആക്ട് ചെയ്തത്. ഒരു പോയിന്റിലാണ് ആക്ട് ചെയ്തെങ്കിൽ രണ്ടുകൂടെ ക്യാൻസൽ ആയിരുന്നു. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. ഇവിടെ രണ്ട് എൻഡുകളിലായതുകൊണ്ട് ഇവന്മാർ ക്യാൻസൽ ആയി പോകുന്നില്ല. മാത്രമല്ല ഇവന്മാർ എന്ത് ചെയ്യുന്ന ഇവനെ റൊട്ടേറ്റ് ചെയ്യിക്കും. എന്താ ചെയ്യിക്കുന്നത്? റൊട്ടേറ്റ്. ഉറപ്പല്ലേ? രണ്ട് എൻഡുകളിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുത്താൽ ഇവനെ താഴോട്ടും പ്രസ് ചെയ്യുന്നു, ഇവനെ മേപ്പോട്ടും പ്രസ് ചെയ്യുന്നു. എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ആണോ? സോ ഇറ്റ് അണ്ടർഗോസ് റൊട്ടേഷൻ.
ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. സോ ഇവൻ കറങ്ങും ആണോ? അതിനാവശ്യമായ ഫോഴ്സ് അഥവാ ആ ഇമ്പാക്റ്റിനെ വിളിക്കുന്ന പേരാണ് ടോർക്ക്. എന്താ വിളിച്ചത്? ടോർക്ക്, വിച്ച് മീൻസ് ഇറ്റ് എക്സ്പീരിയൻസസ് എ ടോർക്ക്. ആൻസർ ഇത്രയേ ഉള്ളൂ. വെൻ എ ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസസ് എ ടോർക്ക്. ഒരു ടോർക്ക് അനുഭവപ്പെടും. ആൻഡ് വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ടോർക്ക്? ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. +1 പഠിച്ചതാ. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണോ? വേറെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ദ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ഫോഴ്സസ്. ഇവിടെ ഒരു ഫോഴ്സ് മുകളിലോട്ട്, അടുത്ത ഫോഴ്സ് താഴോട്ട്. ഉമ്മാർക്കിടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ദാ ഈ ഫോഴ്സിനെ പാരലായിട്ടൊന്ന് മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവെക്കട്ടെ. ഇവിടെ കൊണ്ടുവച്ചാൽ ഇതാണ് പാരലായിട്ട് മൂവ് ചെയ്ത് വെക്കുന്നെങ്കിൽ ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതല്ല പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദാ ഈ വരയ്ക്കുന്ന ലൈൻ ആയിരിക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. കാരണം ഇവിടുത്തെ ഫോഴ്സ് ഇങ്ങനെയാണ് പോകുന്നത്, ആക്ട് ചെയ്യുന്നത് താഴോട്ട് ആണോ? സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് കാൾഡ്, ഞാൻ ഇതിനെ സി എന്ന് വിളിച്ചാൽ ബി സി ഈസ് കാൾഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. ഏതാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ? ഇറ്റ് ഈസ് എ ബി സി ആൻഡ് ദിസ് ആംഗിൾ ഈസ് തീറ്റ. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2a ആണ്, എ ബി എന്ന് പറയുന്നത് ആണോ? എനിക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞത് ടോർക്കിന്റെ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന എത്രത്തോളമാണെന്ന് കണ്ടുപിടിക്കാൻ പോവാം. ഡൈപോളിനകത്ത് കിട്ടുന്ന ടോർക്ക് കണ്ടുപിടിക്കാൻ പോവാണ്. ആൻഡ് ദി ഇക്വേഷൻ ഫോർ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ ഇക്വേഷൻ QE ആണോ? ദാറ്റ് ഈസ് Q ഇൻറ്റു E ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് BC. ഹിയർ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് BC ആണോ? മനസ്സിലായില്ല? ഇത്ര ഓക്കെ അല്ലേ? ഇനി നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ QE ഇൻറ്റു ഇവിടുന്ന് BC ഒന്ന് കണ്ടുപിടിച്ചു തരാം. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്ന് BC കണ്ടുപിടിച്ചു തരണം. BC മീൻസ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ഇതെൻ്റെ ഹൈപ്പോട്ടനസ് അല്ലേ? സോ ഇവിടുന്ന് സൈൻ തീറ്റ ഒന്ന് എടുത്താൽ നിങ്ങൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് അഥവാ BC ബൈ ഹൈപ്പോട്ടനീസ്, ദാറ്റ് ഈസ് 2a. therefore BC is equal to 2a sin theta. 2a sin theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ടെ അവിടെ കൊണ്ട്. ദാറ്റ് ഈസ് 2a sin theta ആണോ? ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ Q ഇൻറ്റു 2a എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദാറ്റ് ഈസ് കാൾഡ് ഡൈപോൾ മൊമെന്റ്. വി ഹാവ് ഡൈപോൾ മൊമെന്റ് P ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 2a ആണോ? ഡൈപോൾ മൊമെന്റ്. therefore ഇനി ഞാൻ ഇങ്ങനെ എഴുതിക്കോട്ടെ, സോറി, it is PE sin theta. Torque is equal to PE sin theta. Expression for torque. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. So what will happen to a dipole when it is placed in uniform electric field? It rotates or it experiences a torque, and the expression for torque is PE sin theta, where P is the dipole moment, it's a vector quantity. E is the electric field, it is also a vector quantity. Torque is also a vector quantity. പഠിച്ചതാ +1 ൽ. Torque is a വെക്ടർ ക്വാണ്ടിറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 വെക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് സൈൻ തീറ്റയും കൂടെ ചെയ്യുമ്പോൾ എനിക്കൊരു വെക്ടർ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് വെക്ടർ പ്രോഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടോർക്കിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതിക്കൂടെ? ഇറ്റ് ഈസ് P ക്രോസ് E. ബിക്കോസ് 2 വെക്ടറും കുടിച്ച് വെക്ടർ തന്നെ കിട്ടുന്നു, ഒപ്പം സൈൻ തീറ്റയും. ഇറ്റ് ഈസ് കാൾഡ് ക്രോസ് പ്രോഡക്റ്റ്. എന്താ വിളിച്ചത്? ക്രോസ് പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് ടോർക്ക് ഈസ് ഈക്വൽ ടു P ക്രോസ് E. എന്താ വിളിച്ചത്? P ക്രോസ് E. അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഈ ടോർക്കിന്റെ ഡയറക്ഷൻ പിയുടെ ഡയറക്ഷനും ഇയുടെ ഡയറക്ഷനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഒക്കെ ഉപയോഗിച്ച് കണ്ടുപിടിച്ചല്ലേ ഇവിടെ +1 ഡയറക്ഷൻ ക്രോസ് പ്രോഡക്റ്റിൻ്റെത് ഒന്ന് ഓർത്ത് നോക്കുക. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു PE sin theta ആണോ? ആൻഡ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ടോർക്ക്? ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ. ശരിക്കും ഇത് എന്തിൻ്റെ യൂണിറ്റാണ്? ന്യൂട്ടൺ മീറ്റർ. വർക്കിൻ്റെ, അതായത് ഇവിടെ ചെയ്ത എന്താ? ശരിക്കും ഒരു വർക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇവനെ കറക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? സോ വെൻ എ ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസ് എ ടോർക്ക്, ആൻഡ് ദ എക്സ്പ്രഷൻ ടോർക്ക് ഈസ് ഈക്വൽ ടു അനുഭവപ്പെട്ട ഫോഴ്സ് QE അല്ലെങ്കിൽ EQ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദിസ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഫോഴ്സിനും ഈ ഫോഴ്സിനോടൊക്കെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് BC ഫ്രം ദ ട്രയാംഗിൾ BC ഈസ് ഈക്വൽ ടു 2a sin theta. QE 2a sin theta. Q ഇൻറ്റു 2a ഈസ് PE, അതേപോലെ sin theta. 2 വെക്ടറോട് ഗുണിച്ച് വെക്ടർ കിട്ടുവാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് വെക്ടർ പ്രോഡക്റ്റ് ഓർ ക്രോസ് പ്രോഡക്റ്റ്. therefore ടോ ഈസ് ഈക്വൽ ടു P ക്രോസ് E. ഓക്കെ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം, ടോർക്ക് മാക്സിമം ആകാൻ ഏത് ആംഗിളിൽ ഇവനെ ഞാൻ പ്ലേസ് ചെയ്യണം? ഏത് ആംഗിളിൽ പ്ലേസ് ചെയ്താൽ എനിക്ക് ടോർക്ക് മാക്സിമം കിട്ടും? നോക്കിയേ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ ഡൈപോളിനെ എടുത്ത് ഏത് ആംഗിളിൽ പ്ലേസ് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് ടോർക്ക് മാക്സിമം കിട്ടുക? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. therefore ടോർക്ക് വിൽ ബി മാക്സിമം വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ദാറ്റ് ഈസ് ടോർക്ക് മാക്സിമം ഈസ് ഈക്വൽ ടു PE. കേസ് ആണ് കേസ് 1. ടോർക്ക് മാക്സിമം ഈക്വൽ ടു PE when theta is equal to 90 degree, which means when the dipole is placed perpendicularly minus Q plus Q, ഇവനെ എടുത്ത് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കണം. ഇതല്ലേ ഡൈപോൾ മൊമെന്റ് അങ്ങോട്ട്, ഇതല്ലേ ഇലക്ട്രിക് ഫീൽഡ് മുകളിലോട്ട്. ഇവനും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി വന്നാൽ ഇറ്റ് ഈസ് മാക്സിമം. വെൻ
the dipole is minimum, that is theta is equal to 0 degree, because sin 0 വരുമ്പോൾ 0 ആയിക്കോളും, that is tau minimum is equal to 0. ഏത് ആംഗിൾ വെക്കണം? 0 ഡിഗ്രി. വാട്ട് മീൻ 0 ഡിഗ്രി? നോക്കിക്കോണേ, ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഈ ഡൈപോൾ കറങ്ങാൻ പോവുക, കറങ്ങും തോറും ഈ ക്യൂ അങ്ങോട്ട് മൂവ് ചെയ്യത്തില്ലേ? ക്യൂ അങ്ങോട്ട് മൂവ് ചെയ്യത്തില്ലേ? ഈ മൈനസ് ക്യൂ ഇങ്ങോട്ട് മൂവ് ചെയ്യത്തില്ലേ? ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ ഇവൻ കറങ്ങി പ്ലസ് ക്യൂ ഇവിടെയും വരും, മൈനസ് ക്യൂ ഇവിടെയും വരും. നോക്കി, ഇങ്ങനൊരു പൊസിഷൻ വരത്തില്ലേ? ഇവൻ കറങ്ങുന്നു, അതാ ഈ ക്യാപ്പ് ഇല്ലാത്ത എൻ്റെ പ്ലസ് ക്യൂ, ഈ എൻ്റെ മൈനസ് ക്യൂ. ഇവൻ കറങ്ങാൻ പോവാ എങ്ങോട്ട്? ദാണ്ട് ഇങ്ങോട്ട് കറങ്ങി ഇങ്ങനൊരു പൊസിഷൻ വരത്തില്ലേ? അപ്പോഴത്തെ ഡൈപോൾ മൊമെന്റ് മുകളിലോട്ടല്ലേ? ഇലക്ട്രിക് ഫീൽഡ് മുകളിലോട്ട് തന്നെയല്ലേ? സോ ഇവന്മാർക്കിടയ്ക്കുള്ള ആംഗിൾ എത്രയായി? 0 ഡിഗ്രി. കത്തിയോ? രണ്ടുപേരും ഒരേ ഡയറക്ഷൻ അലൈൻ ചെയ്യും. ആരൊക്കെ? പിയും ഇയും സെയിം ഡയറക്ഷൻ അലൈൻ ചെയ്യും. ആ സമയത്ത് തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണോ? അങ്ങനെയാണെങ്കിൽ അപ്പോൾ ടോർക്ക് എത്രയായിരിക്കും? മിനിമം ആയിരിക്കും. പിന്നെ കറങ്ങുമോ? ഇല്ല. ടോർക്ക് ഉണ്ടെങ്കിൽ അവൻ കറങ്ങത്തുള്ളൂ. സോ ഇവനെ ഏത് ആംഗിളിൽ വെച്ചാലും അവൻ എവിടം വരെ കറങ്ങത്തുള്ളൂ? ദേ ഇങ്ങനെയാവുന്നതിനും വരെ തീറ്റ 0 ആവുന്നതിനും വരെ. സിംപ്ലി പി ആൻഡ് ഇ സെയിം ഡയറക്ഷൻ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവന് ടോർക്ക് അനുഭവപ്പെടത്തില്ല. സോ എന്തിനാ ടോർക്ക് അനുഭവപ്പെട്ടതെന്ന് ചോദിച്ചാൽ, അലൈൻ ദ ഡൈപോൾ മൊമെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനെയും ഡൈപോൾ മൊമെന്റിനെയും ഒരേ ഡയറക്ഷൻ അലൈൻ ചെയ്യിക്കാൻ വേണ്ടിയാണ് അവിടെ ടോർക്ക് ഉണ്ടായത്. അല്ലെങ്കിൽ അത് രണ്ടും ഒരേ ഡയറക്ഷൻ അലൈൻ ചെയ്യുന്നത് വരെ അവിടെ ടോർക്ക് ഉള്ളൂ. അത് കഴിഞ്ഞാൽ ടോർക്ക് 0 ആയി പോകും, പിന്നെ കറങ്ങത്തില്ല. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. വരച്ചു എഴുതി തന്നെ പഠിക്കണം, വായിച്ച് നോക്കിക്കൊണ്ട് എഴുതാൻ നിൽക്കരുത്, കാരണം തെറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ടോർക്ക് ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അതിനു മുമ്പ് വാട്ട് യു മീൻ ബൈ പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി ഇതാ ഇവിടെ ഒരു മാസ് കിടപ്പുണ്ട്, എം മാസ്. ഇതിനെ ഞാൻ എച്ച് ഹൈറ്റിൽ കൊണ്ടുപോയി വെക്കാൻ പോവാം. എച്ച് ഹൈറ്റിലൊരു പൊസിഷൻ, ഇതിനെ എന്ന് വിളിച്ചു, ഇതിനെ ബി എന്ന് വിളിച്ചു. ബി എന്ന് പറഞ്ഞ പൊസിഷനിൽ കൊണ്ടുവെക്കാൻ പോയി എം മാസിനെ. സോ ഞാൻ ഇവിടെ എത്രത്തോളം വർക്ക് ചെയ്തു? ഇറ്റ് ഈസ് ഫോഴ്സ് മീൻസ് എം ജി ഇൻറ്റു എച്ച് ആണോ? ആൻഡ് ദിസ് വർക്ക് ഡൺ will be stored as the potential energy, or potential energy is the work done to bring that position or configuration. ഒരു ബോഡിയെ ആ കോൺഫിഗറേഷനിൽ ചെയ്യാൻ എടുത്ത വർക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി. സോ പൊട്ടൻഷ്യൽ എനർജി ഇസ് ദ വർക്ക് ഡൺ. ആ പൊസിഷൻ അക്വയർ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ എത്തിക്കാൻ, ആ കോൺഫിഗറേഷനിൽ എത്തിക്കാൻ ഞാൻ ചെയ്ത വർക്കിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഇത് +1 നമ്മൾ പഠിച്ചതല്ലേ? അങ്ങനെയാണെങ്കിൽ ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് പറയട്ടെ. ശ്രദ്ധിച്ചിരുന്നോണേ, ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എനർജി പറയാൻ പോവാണ്. അതിനുവേണ്ടി ഒരു 3 ഫിഗർ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്, ബിക്കോസ് പാരലൽ ഫീൽഡ് ലൈൻസ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെല്ലാം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ആണോ? ഇത് ഫിഗർ എ. അടുത്ത ഫിഗർ ബിയിൽ വീണ്ടും ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യാൻ പോവാം. എന്തിനാണെന്ന് മനസ്സിലാക്കി തരാം, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇത് വീണ്ടും ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഒരെണ്ണം കൂടെ കൺസിഡർ ചെയ്തോട്ടെ. അഗെയിൻ സെയിം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് തന്നെ. 3 കേസായിട്ട് പഠിപ്പിക്കാനാണ്, ബി ദെൻ സി. ഓക്കെ, ഞാൻ അവനെ എടുത്തിട്ട് ഡൈപോളിനെ പ്ലേസ് ചെയ്യാൻ പോകണം. ഇതിലേക്ക് ഡൈപോളിനെ പ്ലേസ് ചെയ്യാൻ പോകണം. ഇറ്റ് ഈസ് -q ആൻഡ് +q ആണോ? ഡൈപോൾ മൊമെന്റ് ഇങ്ങനെയാണ്. ആൻഡ് ദ ഇനിഷ്യൽ ആംഗിൾ ഈസ് θ1. ഞാൻ ഇപ്പോഴത്തെ ആംഗിൾ എന്ത് വിളിക്കുന്നു? θ1 എന്ന് വിളിച്ചോട്ടെ. എന്താ വിളിച്ചത്? θ1. ക്ലിയർ ആണോ? ഞാൻ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യത്തില്ലേ? ടോർക്ക് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? PE sin θ. ഇത് കാരണം ടോർക്ക് കാരണം അവൻ എന്ത് ചെയ്യും? ഇങ്ങനെ കറങ്ങത്തില്ലേ? ഇറ്റ് എക്സ്പീരിയൻസ് എ ടോർക്ക് ആൻഡ് സ്റ്റാർട്ട്സ് ടു റൊട്ടേറ്റ്. ക്ലിയർ ആണോടാ? അത് ചെയ്യാൻ പോകുന്നു, റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നു. എവിടം വരെ അത് റൊട്ടേറ്റ് ചെയ്യും? യെസ്, പിയും ഇയും സെയിം ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നതിനും വരെ, അഥവാ θ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആവുന്നതിനും വരെ അവൻ ഏത് ആംഗിൾ വെച്ചാലും, θ1 ഏത് ആംഗിൾ വെച്ചാലും അവൻ എങ്ങോട്ടാ പോകുന്നത്? θ2 ഫൈനൽ എവിടെ നിൽക്കും അവൻ? θ2 എവിടെ നിൽക്കാം? 0 ഡിഗ്രി ആവുന്നതിനും വരെ. ഇങ്ങനെ നിൽക്കുന്നവൻ കറങ്ങി ഇങ്ങനെ ആവുന്നതിനും വരെ കറങ്ങും. ആണോ? സോ ഇങ്ങനെ കറങ്ങാൻ എടുത്ത വർക്കായിരിക്കത്തില്ലേ ഇപ്പോഴത്തെ അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി? സോ ഇവൻ കറങ്ങി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. എത്രത്തോളം വർക്ക് ചെയ്താണ് ഇവിടം വരെ വന്നത്? ഇതായിരിക്കത്തില്ല ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ വർക്ക് ഡൺ. ആണോ? സോ ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വെക്കുന്ന ആംഗിളിൽ നിന്ന് കറങ്ങി ഫൈനൽ ആംഗിൾ എത്തുമ്പോൾ അവൻ എത്രത്തോളം വർക്ക് ചെയ്തു, ആൻഡ് ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി. കത്തിയോ? അങ്ങനെയാണെങ്കിൽ അവൻ എന്താ ഇവിടുന്ന് കറങ്ങി വേറൊരു ആംഗിൾ വന്ന് നിൽക്കാൻ പോവാണ്. ആൻഡ് ദിസ് ആംഗിൾ ഈസ്, ഇവിടുന്നല്ലേ അവൻ കറങ്ങിയത്? അവൻ കറങ്ങിയതാ ഇപ്പൊ ഇങ്ങനെ വന്നിരുന്നു. ആൻഡ് ദിസ് ആംഗിൾ ഈസ് θ2. എനിക്കറിയത്തില്ല എത്രയാണെന്ന്. ഞാൻ ഇനിഷ്യലി θ1 നിന്ന് ഫൈനലി θ2ലേക്ക് കൊണ്ടുവന്നു. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അവനിപ്പോൾ എത്ര ആംഗിൾ മൂവ് ചെയ്തിട്ടുണ്ട്? ആദ്യം θ1 ഇരിക്കുകയായിരുന്നു, ഇപ്പോൾ കറങ്ങി θ2ലെത്തി. ഞാൻ അത് രണ്ടും ഒറ്റ ഫിഗറിൽ കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിച്ചോണേ, ആദ്യം അവൻ θ1 ഇരിക്കുകയായിരുന്നു, -q +q, ആൻഡ് ദാറ്റ് ആംഗിൾ ഈസ് കാൾഡ് θ1.
അത് കഴിഞ്ഞപ്പോൾ അവൻ കറങ്ങി അവൻ ഇങ്ങനെ വരത്തില്ലേ, സോറി ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വരും അല്ലേ, ഇങ്ങനെ ആവത്തില്ലേ കറങ്ങുമ്പോൾ, കാരണം ഇവൻ താഴോട്ടാണ് വരുന്നത്, ഇവൻ മേപ്പോട്ടാണ് പോകുന്നത്, ആണോ? കറങ്ങി ഈ ആംഗിളിനെ ഞാൻ θ2 എന്ന് വിളിച്ചോട്ടെ, ബിക്കോസ് ദിസ് ഈസ് +q ആൻഡ് ദിസ് ഈസ് -q. ദിസ് ആംഗിൾ ഈസ് കാൾഡ് θ2. ഇത്ര ആംഗിൾ അവൻ കറങ്ങിയില്ലേ, ആ ആംഗിളിനെ ഞാൻ dθ എന്ന് വിളിച്ചോട്ടെ. എന്താ വിളിച്ചത്? dθ, ബിക്കോസ് ഇവൻ്റെ ഇവിടുന്ന് θ1 ന് കറങ്ങി θ2 വരെ എത്തി. ഞാൻ എത്ര വർക്ക് ചെയ്യണം ഇതിന്? dw വർക്ക് ചെയ്യണ്ടേ, ബിക്കോസ് ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് ഇവിടെ ചെയ്ത വർക്ക് dw വർക്ക്. സോ dw ഈസ് ഈക്വൽ ടു അവിടെ അപ്ലൈ ചെയ്യപ്പെട്ട ഫോഴ്സ് അഥവാ ടോർക്ക് ഇൻറ്റു അവിടെ ഉണ്ടാക്കിയ ഡിസ്പ്ലേസ്മെന്റ് dθ. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ഇവിടെ ടോർക്ക് കാരണമാണ് വർക്ക് ഉണ്ടായത്, dθ ഡിസ്റ്റൻസ് ആണ് അത് മൂവ് ചെയ്തത്. ക്ലിയർ ആണോ? ആൻഡ് ദിസ് വർക്ക് ഡൺ വിൽ ബി സ്റ്റോർഡ് ആസ് ദ പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ ആണോ? എനിക്കറിയത്തില്ല എവിടുന്ന് θ1 ൽ നിന്ന് θ2 വരെ ജനറൽ ആയിട്ടൊക്കെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ എത്രയായിരിക്കും? ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ dw ചെയ്താൽ മതി. ഇന്റഗ്രൽ dw എവിടുന്ന്? ഞാൻ വെക്കുന്ന ഇനിഷ്യൽ ആംഗിൾ മുതൽ ചെന്ന് നിൽക്കുന്ന ഫൈനൽ ആംഗിൾ വരെ. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. അവനെ θ1 ൽ വെച്ചു, അവൻ കറങ്ങി θ2 വരെ ചെന്നു, അതിനെടുത്ത വർക്കാണ് dw. അങ്ങനെയാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ എവിടം വരെ വേണേലും പോകാം, 0 ഡിഗ്രി വരെയും പോകാം, ഇവിടുന്ന് എവിടം വരെ വേണേലും പോകാം. അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എവിടുന്നാണോ തുടങ്ങിയത് എവിടെയാണോ ചെന്നിരിക്കുന്നത് ആംഗിൾ വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ ടോട്ടൽ വർക്ക് കിട്ടാൻ. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ dw θ1 to θ2 ടോ ഇൻറ്റു dθ ഇന്റഗ്രൽ θ1 to θ2 ടോ മീൻസ് PE sin θ ഇൻറ്റു dθ. ഫൈനൽ ആൻസർ അവറായി. നിങ്ങൾ ആ PE കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുത്തില്ല, കാരണം P കോൺസ്റ്റന്റാ, ഡൈപോൾ മൊമെന്റ് കോൺസ്റ്റന്റ്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു PE ഇൻറ്റു ഇന്റഗ്രൽ sin θ dθ. നിങ്ങളൊന്ന് പറഞ്ഞേ, വാട്ട് വിൽ ബി ഇന്റഗ്രൽ sin θ? ഇന്റഗ്രൽ sin θ ഈസ് മൈനസ് കോസ് θ. എത്രയാണ്? മൈനസ് കോസ് θ. ഞാൻ ഇതിനെ മൈനസ് PE എന്ന് ആയിക്കോട്ടെ, എന്നിട്ട് കോസ് θ എന്ന് കൊടുക്കാം. കോസ് θ ഫ്രം θ1 to θ2. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാം. പറഞ്ഞോ, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് പറഞ്ഞു. ഇറ്റ് ഈസ് മൈനസ് PE കോസ് θ2 മൈനസ് കോസ് θ1 ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ. ആണോ? ടോട്ടൽ വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് ദ പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി U ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ഇക്വേഷൻ? PE മൈനസ് PE കോസ് θ2 മൈനസ് കോസ് θ1. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓൾവേസ് നെഗറ്റീവ് എന്നാണ് പഠിച്ചിട്ടുള്ളത്, കാരണം MGH അല്ലേ, MGHനകത്ത് G നെഗറ്റീവാ. ദാ ഇവിടെ നെഗറ്റീവ് കിട്ടിയത് മൈനസ് PE കോസ് θ2 മൈനസ് കോസ് θ1. വാട്ട് ഇറ്റ് ബൈ θ2? ഫൈനൽ ആംഗിൾ. എവിടുന്ന് എവിടെ വരെ കറങ്ങുന്നു ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഫൈനൽ ആംഗിൾ. വാട്ട് ഇറ്റ് θ1? ഇനിഷ്യൽ ആംഗിൾ. ആണോ? ഫൈനൽ ആംഗിളും ഇനിഷ്യൽ ആംഗിളും. എളുപ്പമല്ലേ? മനസ്സിലായോ? ആൻഡ് ദിസ് ഈസ് കാൾഡ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. തീർന്നില്ല, ഞാൻ ഇതിനെ ജനറൽ ആയിട്ടൊന്ന് എക്സ്പ്രസ് ചെയ്തോട്ടെ. ആ ഫിഗർ ഒന്ന് വരച്ച് വെച്ചേക്കണേ. ഇത് വരച്ചാലും മതി, ഇത് കഴിഞ്ഞിട്ട് ഇത് വരച്ചാലും മതി, രണ്ടാമത്തെ വേണമെന്നില്ല. ഓക്കെ അല്ലേ? സപ്പോസ് ഞാൻ ഇനിഷ്യലി വെച്ചിരുന്ന θ1 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണെന്ന് വെച്ചോ. മാക്സിമം ടോർക്ക് കിട്ടാൻ വേണ്ടി എങ്ങനെ എടുത്ത് വെച്ചത്? ഇനിഷ്യലി 90 ഡിഗ്രി. അപ്പോൾ കോസ് θ1 എത്ര ആയിട്ട് മാറും? U ഈസ് ഈക്വൽ ടു മൈനസ് PE കോസ് θ2. ആണോ? കോസ് θ2 മീൻസ് ഡെസ്റ്റിനേഷൻ ആംഗിൾ, അല്ലെങ്കിൽ എവിടെയാണോ ചെന്നിരുന്ന ഫൈനൽ ആംഗിൾ, അത് θ2. θ1 എത്ര? കോസ് 90 അല്ലേ? കോസ് 90 എന്ന് വെച്ചാൽ എത്രയാ? 0. പോട്ടെ. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇക്വേഷൻ തരും മൈനസ് PE കോസ് θ, വേർ θ ഇസ് ദ ഫൈനൽ ആംഗിൾ. മനസ്സിലായോ? സോ ഇതാണ് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ, ഇതാണ് ജനറൽ ഇക്വേഷൻ. ഓക്കെ, പക്ഷേ ഇതൊരു കണ്ടീഷനാണ്. എപ്പോഴാണ് കേസ് അപ്ലൈ ചെയ്യുന്നത്? θ1 90 ഡിഗ്രി, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്യുമ്പോഴാണ് മാക്സിമം ടോർക്ക് നമ്മൾ പറഞ്ഞു. പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്താൽ ഇവൻ കറങ്ങും. പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഇവൻ എവിടെ പോയി കറങ്ങിയാലും അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ മൈനസ് PE കോസ് θ. ആണോ? വാട്ട് ഇൻ ബൈ U? ഇറ്റ്സ് എനർജി. എനർജി ഇസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ആണോ? രണ്ട് വെക്ടറുകളുടെ കൂടെ കോസ് θയും കൂടെ വന്നാൽ ഇറ്റ് ഈസ് കാൾഡ് ഡോട്ട് പ്രോഡക്റ്റ്. ആണോ? സോ വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി? U ഈസ് ഈക്വൽ ടു, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് P ഡോട്ട്, അഥവാ PE കോസ് θ. PE കോസ് θ. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? സോ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ഏത് ആംഗിളിലായിരിക്കും? θ ഡെസ്റ്റിനേഷൻ ആംഗിൾ 0. ആണോ? കറങ്ങി എവിടെ ചെന്നിരിക്കുമ്പോൾ 0 ചെന്നിരിക്കുമ്പോഴായിരിക്കും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. പൊട്ടൻഷ്യൽ എനർജി മിനിമം കിട്ടാൻ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചാൽ മതി, കാരണം അവനവിടെ സ്റ്റേബിൾ ആയിരിക്കത്തില്ല, നല്ല ടോർക്ക് കറങ്ങാൻ നോക്കും. റെസ്റ്റ് ഇരിക്കുമ്പോഴല്ലേ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക. ഇവനെ അങ്ങോട്ട് വെക്കുമ്പോൾ നല്ല ടോർക്ക് കാരണം പെട്ടെന്ന് കറങ്ങും. അതുകൊണ്ട് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കുറവായിരിക്കും. എവിടെ? θ 90 ഡിഗ്രിയിൽ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. ഇവിടെ ശ്രദ്ധിച്ചോളാം, ഒരു കാര്യം കൂടെ പറയാൻ പോവാണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ്. θ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രിയിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, കാരണം മൈനസ് P എന്നല്ലേ വരത്തുള്ളൂ. കോസ് 0 ആയിപ്പോത്തില്ലേ? ആണോ? ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് കാൾഡ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. എന്താ വിളിച്ചത്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം.
ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അഥവാ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഇസ് കാൾഡ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെ കൊണ്ടുവച്ചാലും ഡൈപോൾ എങ്ങോട്ടാണ് പോകുന്നത്? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ. അവൻ സ്റ്റേബിൾ ആവാനാണ് ശ്രമിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെന്റും ഒരേ ഡയറക്ഷനിൽ അസൈൻ ചെയ്യാൻ. മനസ്സിലായോ? ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി, ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ഇറ്റ് ഈസ് കാൾഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ എന്തിനാ ശ്രമിച്ചത്? ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡും ഒരേ ഡയറക്ഷനിൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളായിട്ട് എടുത്ത് വെക്കാൻ പോവാ തിരിച്ച്. ഇലക്ട്രിക് ഫീൽഡ് മേപ്പോട്ട്, ഡൈപോൾ മൊമെന്റ് താപ്പോട്ട്. ഇലക്ട്രിക് ഫീൽഡ് മേപ്പോട്ട്, ഡൈപോൾ മൊമെന്റ് താപ്പോട്ട്. അങ്ങനെയാണെങ്കിൽ തീറ്റ 180 ആവും അല്ലേ? കറങ്ങാൻ പറ്റുമോ? ഇല്ല, അനങ്ങാൻ പറ്റത്തില്ല. കാരണം എന്താ? ടോർക്കിൻ്റെ ഇക്വേഷൻസ് പി ഇ സൈൻ തീറ്റയാ. പി ഇ സൈൻ തീറ്റ. സൈൻ 180 0 അനങ്ങാൻ പറ്റത്തില്ല. പകരം അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അവൻ അൺസ്റ്റേബിൾ ആയിരിക്കത്തില്ലേ? കാരണം അവൻ സ്റ്റേബിൾ ആവണമെങ്കിൽ രണ്ടും ഒരേ ഡയറക്ഷൻ വരണം. ഇവൻ തലയും കുത്തിയിരിക്കുന്നത് ഈ മേപ്പോട്ട് പി താപ്പോട്ട്. അതുകൊണ്ടല്ലേ 180 ഡിഗ്രി എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അനങ്ങാൻ പറ്റാതെ സ്റ്റേബിൾ അല്ലാതിരിക്കുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഈ പോയിന്റ് ഓർത്തിരുന്നോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ദാറ്റ് ഈസ് പി ആൻഡ് ഇ ആർ ഇൻ സെയിം ഡയറക്ഷൻ ദെൻ ഇറ്റ് ഈസ് കാൾഡ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അഥവാ പി ആൻഡ് ഇ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദെൻ ഇറ്റ് ഈസ് കാൾഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇത്ര ഓക്കെ അല്ലേ? എഴുതി തന്നെ പഠിക്കണേ. ഓക്കെ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.